നിങ്ങൾക്ക് അതുട്ടി എന്തൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മൾ ചെറിയതൊക്കെ കേൾക്കാതിരിക്കുക. അതിലിപ്പോ തന്നെ ഹമ്പടി ചെഞ്ചുണ്ടാക്കി നടന്നിട്ട് ഇതൊന്നും ഫുള്ള് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് അത്രക്കും കാണാണ്ട് എന്നാണ്. കുറെ അങ്ങോട്ട് നടന്ന് കുറെ ഇങ്ങോട്ട് നമ്മൾ ഇറച്ചിക്ക് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടന്നതിന്റെ ശേഷം നമ്മൾ നേരെ അടിക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അതിന് അടിക്ക് ഇറങ്ങുമ്പോൾ വ്യൂ നോക്കി ഏതാ ബിൽഡിങ് വല്ലാത്ത ജാതി ഈ ബിൽഡിങ്ങിലോടെയും കണ്ടുകിടങ്ങളൊന്നും നോക്കിയിട്ട് കമന്റ് അടിക്കട്ടെ. അങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നോക്കിയ പഴയ സംഭവങ്ങൾ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാവട്ടെ. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷൻ പോകുമ്പോൾ ഭയങ്കര രസമായിട്ട് ബാക്കിൽ സൺലൈറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഏതാ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഓരോ ഫ്രെയിമിൽ നിന്ന് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഭംഗി വേറെ ലെവലാട്ടാ. അപ്പൊ അതൊക്കെ പറഞ്ഞു കണ്ടില്ലേ, ഈ വെള്ളച്ചാട്ടം ഒക്കെ കൂടി ഒരു ജഗ അസൂട്ടിപ്പ് എവിടുന്ന് ഫോട്ടോ എടുക്കാന്ന് ഒരു പുറത്തില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിയത്. അതിന്റെ ഇടയിൽ നമ്മളെ ചങ്ങായി വണ്ടി എടുക്കാൻ പോയി. വണ്ടി എടുത്ത് വന്നപ്പോൾ നമ്മളെന്തായാലും വീഡിയോ എടുക്കലും ഫോട്ടോഷൂട്ട് എടുക്കുന്ന പുറത്തേക്കാണ്ട് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് അടുത്ത ഫ്രെയിം വല്ലാത്ത ജാതി ഏതാ കാണുന്നത്. വണ്ടിയുള്ളിൽ ഇരിക്കുമ്പോഴുള്ള കാഴ്ചകൾ വേറെ ലെവലാട്ടാ. അബുദാബി പോയിട്ട് ഇതൊക്കെ കണ്ടിട്ട് വലിയ നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഏതാ മോഡ് പൊളി മൂഡാണ്. അപ്പോൾ ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ നല്ല നല്ല ഫോട്ടോ. ഇതിന്റെ നമ്മളെ പാലസിന്റെ ബാക്ക് സൈഡ് നമുക്ക് നല്ലൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ഏരിയ കേട്ടോ. അതായത് മുന്നിലല്ല, ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോഷൂട്ട് എടുക്കാം. അവിടെ നേരെ നമ്മൾ പോയത് എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ അക്വേറിയൊക്കെ നമ്മൾ ഉള്ളിൽ കയറിയില്ല, ഉള്ളിൽ റേറ്റ് ഉണ്ട്. അപ്പോൾ ഗൂഗിളൊക്കെ അടിച്ചിട്ട് കയറിയാൽ 150 ദിർഹംസാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ കേട്ടോ. ഈ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസം. അവിടെ നിന്ന് നേരെ നമ്മൾ വിട്ട് ബീച്ചിക്ക് പോകുമ്പോൾ കാഴ്ചകളൊക്കെ വേറെ ലെവലിൽ. അപ്പോഴും നമ്മൾ സൺലൈറ്റ് വിട്ടുള്ള കളിക്കാൻ നമ്മൾ നിൽക്കുമല്ല, എല്ലായിടത്തും നമ്മൾ സൺലൈറ്റ് എത്തുന്നുണ്ട്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫോട്ടോയിലും വിലപ്പെട്ട സംഭവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഏരിയയും പോയി ഏതാ പാലം. ഇതിക്കായിട്ട് ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 6 വർഷം നിന്നിട്ട് നമ്മളിപ്പോഴാട്ടോ ഇതൊക്കെ കാണുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഇത് കാണാത്ത എത്ര പ്രവാസികളുണ്ട് നിങ്ങൾക്ക് കണ്ടറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഷെഫ്, അതേപോലെ കഫ്റ്റീരിയ നിൽക്കുന്ന ആൾക്കാർ. പിന്നെ അതേപോലെ കുതിരാത്ത് ബീച്ചിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മണി വരെയുള്ള ഓപ്പൺ പാർക്ക് ഇട്ടാ. അതായത് ഓപ്പൺ ബീച്ച് വരുന്നത് 7 മണി വരെ ഉള്ളൂ. നമ്മള് ബീച്ചിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് കുളിക്കാൻ ഫാനൊക്കെ ഉസാറായിരുന്നു. പക്ഷെ കുളിക്കാൻ പറ്റില്ല. 7 മണി ആയപ്പോ അവിടെ പൂട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമുക്ക് കുളിക്കാം. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ 15 ദിർഹംസ് കൊടുത്താൽ കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നിന്നില്ല. നമ്മൾ നേരെ വിട്ട് കൊടുക്കും, നാട്ടിക്ക് വിട്ട്. അല്ലേ എനിക്ക് പോയതിന്റെ ശേഷം നമ്മളെ റസാഖാന്റെ കടയേക്കാണ് പോയിട്ട് അവിടെ കണ്ട് കുറച്ചൊക്കെ സംസാരിച്ചതിന്റെ ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴുള്ള കാഴ്ച വേറെ ലെവൽ. എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മസ്യാദിലാണ്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫുഡ് ചെയ്യുന്നു, തകർപ്പം ഫുഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിക്ക് വിട്ടിട്ടാ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കൊണ്ട് കാത്തുക. നിങ്ങളെ വിലപ്പെട്ട സമയം ഇത് കണ്ടിരുന്നതിന് സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, പറഞ്ഞാൻ പോവാണ്. ബൈ ബൈ.